സിബിച്ച രേഷ്മയുടെ കല്യാണം ഉറപ്പിച്ചു. ആഹാ, അവസാനം സെറ്റായല്ലേ? കുറെ നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. ആ അതേന്നേ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? സിബിച്ച കല്യാണം നാട്ടിൽ വെച്ചിട്ടാ, നമുക്ക് ഇത്രയും ദൂരം പോവാൻ പറ്റുമോ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പക്ഷെ വേറൊരു ഐഡിയ ഉണ്ട്. അവിടെ റിസപ്ഷൻ ഇവിടെ വെച്ചിട്ടാ, നമുക്ക് അതിന് പോവാം. റിസപ്ഷൻ എന്താ ഇവിടെ കൊണ്ടുവച്ചേ? എന്റെ സിബിച്ച ചെക്കന്റെ വീട് തൃപ്പൂണിത്തുറയല്ലേ, അതുകൊണ്ട് നമുക്ക് അതിന് പോവാം. തൃപ്പൂണിത്തുറയിലാണല്ലേ കല്യാണം? എന്നാ? മാർച്ച് 22. മാർച്ച് 22? ഇനി അടുത്തില്ലേ അത്? ആ അതെ, ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കണം ഇനി. മാർച്ച് 22. അന്നൊരു പ്രശ്നമുണ്ടല്ലോ ജീന. എന്ത് പ്രശ്നം? അന്നൊരു പ്രശ്നമുണ്ട്. എന്റെ സിബിച്ച പ്രശ്നമുണ്ടെന്ന് പറയാതെ അത് എന്താന്ന് പറ. അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം. നിനക്ക് രേഷ്മയുടെ അച്ഛനുമായിട്ട് നല്ല കോണ്ടാക്ട് ഇല്ല? അയാളുടെ നമ്പർ എന്റെ ഉണ്ടോ? നീ എടുക്ക്. എന്തിനാ? അതൊക്കെ ഞാൻ പറയാം, നീ എടുത്തേ. ഹലോ, ഉണ്ണികൃഷ്ണൻ കൊച്ചേട്ടനാണോ? വീട്ടിലൊരു മംഗളകർമ്മം നടക്കാൻ പോവുകയാണല്ലേ? പക്ഷെ അത് നടക്കില്ല. ഞാൻ ആരാണെന്ന് പറയുന്നതിൽ ഇവിടെ പ്രസക്തിയില്ല. എങ്കിലും ഞാൻ പറയാം, ഞാൻ ജ്യോതിഷൻ സൂര്യകുമാർ യാദവ്. മാർച്ച് മാസം 22-ാം തീയതി കല്യാണം നടക്കാൻ പാടില്ല. ഒന്നെങ്കിൽ മാർച്ച് മാസം 22-ന് മുമ്പ്, അല്ലെങ്കിൽ ഏപ്രിൽ മാസം കഴിഞ്ഞതിന് ശേഷം. അതായിരിക്കും നിങ്ങൾക്ക് ഉചിതം. അല്ല, എൻ്റെ വാക്ക് നിങ്ങൾക്ക് ധിക്കരിക്കാനാണ് ഭാവം, മരണം വരെ സംഭവിക്കാം. ഹലോ, എന്താടി? അവളുടെ കല്യാണം മാറ്റി വെച്ച്. ഇതെന്തിനാ നീ എന്നോട് വന്ന് പറയുന്നത്? ഞാനല്ലേ മാറ്റി വെപ്പിച്ചത്. ഹലോ ഹലോ, ജ്യോതിഷൻ സൂര്യകുമാർ യാദവ് അല്ലേ? അതേലോ. എന്റെ കല്യാണം ചെറുതായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കണം. നാം അറിഞ്ഞിരിക്കുന്നു. അതിന് കാരണഭൂതനായത് നാം തന്നെയാണല്ലോ. വലിയ സന്തോഷമുണ്ട്. ഓ, താങ്കൾ ഇപ്പോഴും മുംബൈ ഇന്ത്യൻസ് തന്നെ അല്ലേ? അതേലോ. അന്ന് നമ്മൾ മരണം സംഭവിച്ചാൽ പോലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല. താങ്കൾ തല നയിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് അല്ലേ? അതിനും മരണം വരെ ഒരു മാറ്റം ഉണ്ടായിരുന്നു തോന്നുന്നില്ല. നമുക്കറിയാം. അതെ, IPL ശേഷം മെയ് മാസം വേലയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം. ആവാം. ജ്യോതിഷരത്നം സൂര്യകുമാർ യാദവേ.